എല്ലാവർക്കും നമസ്കാരം. ലിബീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഈസി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാൽ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയാണ്. മുട്ടക്കറിയാണ്. അതും നമ്മൾ സവോള മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ മുട്ടക്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു 5 മുട്ട നമ്മൾ പുഴുങ്ങിയെടുക്കണം. അതിനുശേഷം സവോള ഞാൻ ഈ ഒരു രീതിയിലാണ് റൗണ്ടിലാണ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ വഴന്ന് വരുമ്പം എനിക്ക് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇങ്ങനെ സവോള കട്ട് ചെയ്ത് വഴറ്റിയെടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഒരു ഇരുമ്പ് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കിന് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കിന് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതായത് നല്ല വെണ്ണ പോലെ സവോള വഴറ്റിയെടുക്കണം. അതാണ് ഈ കറിയുടെ ടേസ്റ്റ്. മീഡിയം വലുപ്പത്തിലുള്ള 5 സവോളയാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ഇതേപോലെ റൗണ്ടായിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. ഇപ്പം നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഈ ഒരു പരുവാന്നടം വരെ നമ്മൾ സവോള വഴറ്റിയെടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ എരിവിന് വേണ്ടി നമ്മൾ 1 ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഈ 2 പൊടികൾ മാത്രമേ നമ്മൾ ഈ മുട്ടക്കറിക്ക് ചേർക്കുന്നുള്ളൂ. എന്നാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എരിവ് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പക്ഷേ ഈ എരിവും വേണം. എന്നാൽ മാത്രമേ നമ്മുടെ ഈ സവോള നന്നായിട്ട് വഴന്നുകൊണ്ട് ആ ഒരു മധുരവും കൂടെ വരും. അപ്പോൾ എന്നാലേ ഇതൊന്ന് ബാലൻസ് ആവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ട് പൊടിയുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് ഇനി കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. വളരെ കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ. ഒരുപാട് ഗ്രേവി ഉള്ളൊരു കറിയൊന്നുമല്ല ഇത്. ഈ ചാറ് തന്നെ അങ്ങ് കുറുകി നല്ല സവോളയും മുട്ടയും മാത്രം ആകുന്ന പോലൊരു പരുവാകും. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ ആദ്യം ഒന്നും ഉപ്പ് ചേർത്തിട്ടില്ല സവോള വഴറ്റാനൊന്നും. അപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇപ്പോൾ തന്നെ ചാറെല്ലാം അങ്ങ് കുറുകിയിട്ടുണ്ട്. മുട്ടയൊന്ന് വരയുന്ന നല്ലതാണ്. അപ്പോൾ ഈ ചാറും ഇതിനകത്തുള്ള മസാലയൊക്കെ ഇതിനകത്തോട്ടൊന്ന് ഇറങ്ങും. ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇപ്പം തന്നെ അതിനകത്തിലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് നിന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഈ കറിയുടെ പരുവം. മൊത്തത്തിൽ മുട്ടയിലും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറി റെഡിയായിട്ട് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ മുട്ടക്കറി വളരെ ടേസ്റ്റിയാണ്. ചൂട് പാലപ്പത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഈ മുട്ടക്കറി എന്ന് പറഞ്ഞാൽ ഇതിനകത്തിലെ ആ വെള്ളം എല്ലാം ഒന്ന് വറ്റിയിട്ട് അതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു കുറുകുന്ന പരുവാണ്. ഇത് റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മതി. കറി മുട്ടയും സവോളയും മസാല എല്ലാം കൂടെ ഒന്ന് ചേരാൻ വേണ്ടി മാത്രം. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവ്. അപ്പോൾ നമ്മുടെ മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ കറി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വളരെ ഈസിയാണ്. ആർക്കും ഉണ്ടാക്കാം. പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ മസാലയൊന്നും ചേർത്തില്ലെങ്കിലും അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ടേസ്റ്റാണ്. സവോള മാത്രം നന്നായിട്ട് വഴന്നത് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ഈ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതേപോണക്കത്തുള്ള അടിപൊളി ഈസി റെസിപ്പിയായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.